വെൽക്കം സാഗ്നൂസ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്ന ഒരു വാക്കാണ് ടിൻ ഫ്ലെയിം. എന്താണ് ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ TF ജേണി? ഒരു ആത്മാവ് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിയുന്നു. എന്നിട്ട് ഈ രണ്ട് ഭാഗങ്ങളും ഭൂമിയിലെ രണ്ട് വശത്ത് ജനിക്കുന്നു. രണ്ട് ആത്മാക്കളും ഒരു സമയമാകുമ്പോൾ കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടി കഴിയുമ്പോഴാണ് ഇവർക്ക് മുന്നേ അറിയാം, ഇവർക്ക് തമ്മിൽ പരിചയമുണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നു. അവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും തങ്ങളുടെ പാതിയായ ആത്മാവ് ഭൂമിയിൽ ജനിക്കണമെന്നില്ല. ഒരു പക്ഷേ അത് ജനിക്കാതെ തന്നെ ഗൈഡ് കൊടുക്കാറുണ്ട്. ആത്മാവായിട്ട് തന്നെ ഇരുന്ന് ഒറ്റ ഒരാളുടെ പോരാട്ടമായിട്ടും നടക്കാറുണ്ട്. അതായത് TF ജേണിയിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്പിരിച്വൽ ജേണിയാണ്. രണ്ട് ആത്മാക്കളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിലൊന്ന് ഡിവൈൻ ഫെമിനിയൻ, ഒന്ന് സ്ത്രീയും ഒന്ന് ഡിവൈൻ മസ്കുലിനുമാണ്. അതിൽ ചിലപ്പോൾ പലരും ഇവർ രണ്ടുപേരും ഒരു 30 വയസ്സിന് ശേഷമാകാം ചിലപ്പോൾ കണ്ടുമുട്ടുക. അങ്ങനെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഇവർ ചിലപ്പോൾ മാരീഡൊക്കെ ആയിരിക്കാം, അവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടി മാരേജ് ചെയ്യും. ആ ഒരു പ്രോസസ്സിലോട്ട് പോകേണ്ട കാര്യമില്ല. ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിന് വേണ്ടിയായിരിക്കാം അവരപ്പോൾ ഭൂമിയിൽ ജനിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നത് TF ജേണിയിലുള്ളവരോട് തന്നെ ചോദിക്കണം. പലപ്പോഴും TF ജേണിയിലുള്ളവർ പറയുന്നത് ഇതൊക്കെ സ്വയമേ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാണ്. കാര്യം ഇവരെ ഗൈഡ് ചെയ്യിക്കുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് എങ്ങനെ ഗൈഡ് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഓരോ ഘട്ടങ്ങളുണ്ട് ഈ യാത്രയുടെ. യൂണിവേഴ്സ് ഇവർക്ക് ഓരോ യൂണിവേഴ്സൽ സയൻസ് കൊടുക്കും. അത് ചിലപ്പോൾ ബട്ടർഫ്ലൈസ് ആയിരിക്കാം, ചിലപ്പോൾ ഓരോ തൂവലുകളായിരിക്കാം. അങ്ങനെയുള്ള ഓരോരോ സയൻസ് കൊടുത്ത് അവരുടെ ജേണിയെ നിയന്ത്രിക്കുന്നത് യൂണിവേഴ്സാണ്. അപ്പം ഈ ടിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നുള്ള ഈ രണ്ട് ആത്മാക്കൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ മുതൽ അവർ യൂണിയനിലാകുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും അവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് യൂണിവേഴ്സാണ്. അത് ഒരു പെയിൻ ഉണ്ടാകും, സെപ്പറേഷൻ ഉണ്ടാവും, അടിയുണ്ടാവും, വഴക്കുണ്ടാവും. ആ ഒരു തലത്തിലൂടെ ആയിരിക്കാം ഈ യാത്ര പോവുക. ഒരിക്കലും ഇതൊരു പ്രണയം എന്നുള്ളതിനപ്പുറം അതൊരു സ്പിരിച്വൽ ജേണിയാണ്. അതായത് കൂടുതലും DF ആണ് എവേക്കൺ ആവേണ്ടത് ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ DF സ്പിരിച്വലി എവേക്കൺ ആവും. അതായത് കുണ്ടലിനി തുടങ്ങിയ ഷഡ്ചക്ര ധ്യാനങ്ങളൊക്കെ കൊണ്ട് DF ആത്മീയ പാതയിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ഒരിക്കലും പ്രണയത്തിനപ്പുറം തൻ്റെ ആത്മാവിൻ്റെ ഒരു യൂണിയൻ, അതായത് ലൈഫ് പർപ്പസിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ഈ രണ്ട് വ്യക്തികൾ പോകുന്നത്. ഈ രണ്ട് വ്യക്തികളും ഒന്ന് ചേർന്നിട്ട് യൂണിവേഴ്സിന് ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനാണ് അവരുടെ ലൈഫ് പർപ്പസ്. ആ ഒരു യൂണിയൻസ് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഈ രണ്ട് പേരും നല്ല രീതിയിൽ കഷ്ടപ്പെടും. മെയിനായിട്ട് പറയുന്ന കുറേ പോയിൻറ്റ്സുകളുണ്ട്. TF ജേണിയിൽ വരുമ്പോൾ DF എന്ന് പറയുന്ന ഡിവൈൻ ഫെമിനിയൻ, ആ സ്ത്രീ ആയിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുക. TF ജേണിയിലുള്ള രണ്ട് പേരും ഒരു കണ്ണാടിയുടെ മറുഭാഗം പോലെയാണ്. രണ്ടുപേർക്കും ഒരേ ആശയങ്ങളായിരിക്കാം, ഒരേ ഇഷ്ടങ്ങളായിരിക്കാം, ഒരേ കാഴ്ചപ്പാടുകളായിരിക്കാം. രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഒരാൾ മറ്റൊരാളെ കണ്ണാടിയിൽ കാണുന്ന പോലെയാണ് പ്രതിഫലിക്കുക. അപ്പോൾ അതാണ് TF ജേണിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ യാത്രകളെ നിയന്ത്രിക്കുന്നതും യൂണിവേഴ്സ് തന്നെയാണ്. പല ഘട്ടങ്ങളിലൂടെയാണ് ഇവരുടെ യാത്രയും മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ലൈഫിലേക്ക് കാർമിക്കായിട്ടുള്ള ആളുകൾ വരും. അത് ടിൻ ഫ്ലെയിം ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ ടിൻ ഫ്ലെയിം യഥാർത്ഥത്തിൽ വരാറുണ്ട്. ഇവരുടെ ഓരോ ജേണി, അതായത് ലൈഫിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ പെയിനിലായിരിക്കും ഇവർ ജീവിച്ചു പോവുക. നല്ല വേദനകൾ അനുഭവിച്ച്, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവസാനം ഇവർ തങ്ങളുടെ പാതിയെ കണ്ടുമുട്ടുകയാണ്. ഈ കണ്ടുമുട്ടുന്ന സമയത്ത് പിന്നെ സ്പിരിച്വൽ ജേണിയാണ്. സ്പിരിച്വൽ ജേണിയിൽ ഉണ്ടാകുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓരോ ടൈമിലും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് സ്പിരിച്വൽ എവേക്കണിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്ക് കമൻസിലൂടെ മനസ്സിലാക്കാം. സാഗ്ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ്ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.